പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് സ്വർണം കാണാതായെന്ന പോലീസ് റിപ്പോർട്ട് തള്ളി ഭരണസമിതി. കാണാതായെന്ന് പോലീസ് പറയുന്ന ആഭരണങ്ങൾ ലോക്കലിൽ സുരക്ഷിതമായി ഉണ്ടെന്നാണ് റിപ്പോർട്ട്. ജില്ലാ ജഡ്ജി അധ്യക്ഷനായ ഭരണസമിതിക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ റിപ്പോർട്ട് നൽകി. താക്കോലുകൾ ക്ഷേത്രത്തിലെ നമ്പിമാരുടെ കൈകളിൽ സുരക്ഷിതമാണെന്നും റിപ്പോർട്ടിലുണ്ട്. ആഭ്യന്തര ദേവസ്വം വകുപ്പ് മന്ത്രിമാർക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ കത്ത് നൽകും. ടി വി പ്രസാദ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ടി വി പ്രസാദ്, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അവിടെ നടക്കുന്നത് എന്താണ്? ഒരു ഭാഗത്ത് പോലീസ് മോഷണം നടന്നു എന്ന് പറഞ്ഞൊരു റിപ്പോർട്ട് കൊടുക്കുന്നു, അവിടെ സുരക്ഷാ വീഴ്ചയുണ്ടായി എന്ന മട്ടിലുള്ള വാർത്തകൾ പുറത്തുവരുന്നു. എന്നാൽ ക്ഷേത്ര ഭരണസമിതി അതിനെ നിഷേധിച്ചുകൊണ്ട് മറ്റൊരു കുറിപ്പ് ഇറക്കുന്നു. യഥാർത്ഥത്തിൽ ഈ നഷ്ടപ്പെട്ട 78 ഗ്രാമോ മറ്റോ വജ്രാഭരണമോ മറ്റോ ആണ് നഷ്ടപ്പെട്ടിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത് ആ ലോക്കലിൽ തന്നെ ഉണ്ടെന്നാണോ പറയുന്നത്? എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? ടി വി പ്രസാദ്, മൊത്തത്തിലൊരു ദുരൂഹതയുണ്ടോ? അരുൺ, ഉറപ്പായിട്ടും ഇതിലൊരു ദുരൂഹതയുണ്ട്, ഇതിലാകെ ഒരു കൺഫ്യൂഷൻ ഉണ്ട് എന്നുള്ളതാണ്. ഈ പറയുന്ന രീതിയിൽ ഒരു ഇല്ലാത്ത റിപ്പോർട്ട് പോലീസിന് കൊടുക്കേണ്ട ആവശ്യം എന്താണ് എന്ന ചോദ്യം ഉയരുന്നുണ്ട്. മാത്രവുമല്ല, പോലീസ് ഉദ്യോഗസ്ഥർ അത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ വ്യക്തമായി പരിശോധിച്ച ശേഷമാണ്. 6 മാസക്കാലത്തോളം കാണാതായിട്ടുള്ള വൈരനാമത്തെക്കുറിച്ച് അതിനകത്ത് പറയുന്നുണ്ട്. വൈരനാമം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ശ്രീകൃഷ്ണ വിഗ്രഹത്തിൻ്റെ നെറ്റിയിൽ ചാർത്തുന്ന ഒന്നാണ്. അതിൽ 108 രത്നങ്ങൾ അടക്കമുണ്ട്. 108 രത്നങ്ങളും അതിലെ 2 എണ്ണം 2019 ഇളകി വീണതായിട്ട് പറയുന്നു. ഈ വൈരനാമം ഉൾപ്പെടെയുള്ള അതുപോലെ തന്നെ 78 സ്വർണ്ണ നാണയങ്ങളും സ്വർണവും ഉൾപ്പെടെ 78 ഗ്രാം അതും വരുന്നുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കാണാതായി എന്നുള്ളതാണ് നേരത്തെ പോലീസ് സമർപ്പിച്ച റിപ്പോർട്ട്. ഈ റിപ്പോർട്ടാണ് പിന്നീട് DGP ആഭ്യന്തര സെക്രട്ടറിക്ക് കൈമാറുകയും ചെയ്തത്. ആ റിപ്പോർട്ടാണ് ഭരണസമിതി പരിശോധിച്ചത്. ഭരണസമിതി നമുക്കറിയാവുന്നതുപോലെ അഡീഷണൽ ജില്ലാ ജഡ്ജിയുടെ അധ്യക്ഷതയിലാണ് ഈ ഭരണസമിതി അവിടെ പ്രവർത്തിക്കുന്നത്. ഈ സംഭവം പോലീസിൻ്റെ റിപ്പോർട്ട് വന്നതോടുകൂടി അവർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറെ ഇതിനെക്കുറിച്ച് പഠിക്കാൻ ചുമതലപ്പെടുത്തി. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ കൊടുത്ത റിപ്പോർട്ടിലെ ഉള്ളടക്കമാണുള്ളത്. അതായത് പോലീസ് കാണാതായി എന്ന് പറയുന്ന എല്ലാ സാധനങ്ങളും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ലോക്കറിൽ സുരക്ഷിതമായി വയ്ക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതിൻ്റെ താക്കോൽ 2 നമ്പിമാരുടെ കൈകളിൽ 2 വീതം താക്കോലുകളായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അപഹരിക്കാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ പോലീസ് കൊടുത്ത റിപ്പോർട്ടിൽ അരുൺ, ഗുരുതരമായ ഒരു കാര്യമുള്ളത്, ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള പല ആളുകൾക്കും പല പ്രധാനികൾക്കും അവിടെ ഒരു പരിശോധനയും കൂടാതെ കയറാനും ഇറങ്ങാനുമുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ട് എന്ന് പോലീസ് പറയുന്നു. ഇതെല്ലാമായി അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് നാളെ ഇപ്പോൾ ഈ പോലീസ് സംവിധാനത്തിനെ ഒഴിവാക്കണം എന്ന ഒരു നീക്കത്തിലേക്ക് ഭരണസമിതി പോവുകയാണ്. മാത്രമല്ല, ഈ പോലീസുകാർക്കെതിരെ, അതായത് റിപ്പോർട്ട് തയ്യാറാക്കിയ പോലീസുകാർക്കെതിരെ നടപടിയെടുക്കണം എന്നാവശ്യപ്പെട്ട് നാളെ മുഖ്യമന്ത്രിക്കും ദേവസ്വം മന്ത്രിക്കും ഉൾപ്പെടെ പരാതി കൊടുക്കാനാണ് ഭരണസമിതി ഒരുങ്ങുന്നത്. മാത്രവുമല്ല, ഇപ്പോൾ പോലീസിൻ്റെ, കേരള പോലീസിൻ്റെ പ്രത്യേക വിഭാഗമാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ സുരക്ഷ ഏറ്റിട്ടുള്ളത്. അത് CISFൻ്റെ കയ്യിലേക്ക് മാറ്റണം എന്നൊരു നിർദ്ദേശം കൂടി ഭരണസമിതി മുന്നോട്ട് വയ്ക്കുന്നതായിട്ട് അറിയുന്നു. ചുരുക്കത്തിൽ പോലീസ് കഴിഞ്ഞ 6 മാസത്തിനിടെ അവിടെ ചില സാധനങ്ങൾ കാണാനില്ല എന്ന് പറഞ്ഞ് റിപ്പോർട്ട് കൊടുക്കുന്നു. പക്ഷേ അതൊന്നും ശരിയല്ലെന്നും അതെല്ലാം ഭദ്രമായി ഉണ്ട് എന്ന് പറയുന്ന റിപ്പോർട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുടെ ആ റിപ്പോർട്ട് പ്രകാരം ഭരണസമിതി പറയുകയും ചെയ്യുന്നു. അരുൺ, ഉറപ്പായും ഇതിൽ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട്, ഉറപ്പായും പുറത്തു വരേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഏതെങ്കിലും ഒരാൾ ആ ക്ഷേത്രത്തിനകത്തേക്ക് പരിശോധനയില്ലാതെ കടക്കുകയോ ഇറങ്ങുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതെത്ര വലിയ ആളായാലും അരുൺ, അവരെ പരിശോധിക്കാനുള്ള സംവിധാനം ഇല്ലെങ്കിൽ ഇത്തരം വാർത്തകൾ ആവർത്തിക്കും എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വേണം. ടി വി പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഇതിന്റെ നിജസ്ഥിതി എന്താണ് എന്നുള്ളത് പുറത്തു വരട്ടെ. ക്ഷേത്ര ഭരണസമിതി ഇപ്പോൾ ഒരു കത്ത് നൽകിയിരിക്കുന്നത് ലോക്കലിൽ തന്നെയുണ്ട്, നഷ്ടപ്പെട്ടു പോയി എന്ന് ഈ പോലീസിന്റെ റിപ്പോർട്ടിൽ പറയുന്ന വൈരനാമം എന്ന് പറയുന്ന ഒരു ആഭരണമാണ്. അതിൽ 108 രത്നങ്ങളുണ്ട് അത്രയും മധ്യത്തിൽ. അതിൽ 2 രത്നങ്ങളോ മറ്റോ ഇളകി വീണിരുന്നു. അതിനെ തുടർന്ന് അതങ്ങനെ നിത്യേന ക്ഷേത്രത്തിൽ ഉപയോഗിക്കാറില്ല. വിശേഷാവസരങ്ങളിൽ മാത്രമാണ് ഈ വൈരനാമം എന്ന് പറയുന്ന ഈ ആഭരണം ഉപയോഗിക്കാറുള്ളത്. 108 രത്നങ്ങളാണ്, വളരെ വിലപിടിപ്പുള്ളതാണ്. ഇത് അവിടെ ശ്രീകോവിലിൽ തന്നെയുള്ളൊരു പെട്ടിയിലാണ് സാധാരണ സൂക്ഷിക്കാറ്. 2 നമ്പിമാരുടെ കൈകളിലാണ് അതിൻ്റെ താക്കോൽ ഉണ്ടാവുക. 2 താക്കോൽ ഒരുമിച്ച് തുറന്നാൽ മാത്രമേ ആ പൂട്ട് തുറക്കുകയുള്ളൂ എന്നാണ് ഈ ഭരണസമിതി പറയുന്നത്. എന്നാലും അതിനുള്ളിലുണ്ടെന്ന് പറയുന്നു. അതിനുള്ളിലുണ്ടെങ്കിൽ നല്ലത്. പക്ഷേ അപ്പോഴും പോലീസ് റിപ്പോർട്ടിൽ പറയുന്ന പോലെ ചില ആളുകളുടെ സ്വന്തക്കാർക്ക് അവിടെ ക്ഷേത്രത്തിൽ വരാനും ക്ഷേത്രത്തിൽ ഇറങ്ങാനും ഒരു സുരക്ഷയും ചെക്കിങ്ങും വേണ്ടതില്ല എന്നൊരവസ്ഥയുണ്ടെങ്കിൽ അത് മാറണം. രാജഭരണമൊന്നുമല്ലല്ലോ സാർ. പ്രിയപ്പെട്ടവരെ, സമയം ഇപ്പോൾ 8 മണി കഴിഞ്ഞ് 15 മിനിറ്റ് ആയിരിക്കുന്നു. ഈ രാജഭരണത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മുടെ കൊട്ടാരത്തിലെ
ഒരു മോഷണം നടന്ന കാര്യം പ്രേക്ഷകർക്ക് അറിയാമല്ലോ. ആ മോഷണത്തിലെ പ്രതികൾ എന്തായി എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഒന്നും ആയില്ല. അത് ആരോ അടിച്ചുകൊണ്ട് പോയി. അതിനുള്ളിൽ നിന്ന് തന്നെയാണ് ആ മോഷണ ശ്രമം നടന്നിരിക്കുന്നത് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പക്ഷേ അതാരാണ് എന്നതിലേക്കുള്ള അന്വേഷണത്തിലേക്ക് പോകുന്നതിൽ നിന്ന് പോലീസിലുമായിട്ട് സഹകരിക്കാൻ തൽക്കാലം കൊട്ടാരത്തിന് താല്പര്യമില്ലത്രേ. എന്തുകൊണ്ടായിരിക്കും അത്? അതൊക്കെ ആലോചിച്ച് നോക്കിയാൽ നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും അല്ലേ? ഈ കാര്യങ്ങളൊക്കെ തെളിഞ്ഞു വരട്ടെ.